ആന ജീവിച്ചത് അതേപോലെ തന്നെയാണ് 2024 ജീവിക്കുന്നത്. ഒരു ട്രൗസർ പോലും ഉടുക്കാൻ അതിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഒരു മാറ്റവും ഇല്ല. ഒരു പക്ഷിമൃഗാദികളും അന്നും ഇന്നും എന്നും ഒരുപോലെ ജീവിക്കുന്നു. എന്നാ നമ്മളോ? എൻ്റെ ബാല്യത്തിലെ കുട്ടികളും ഇന്നത്തെ ബാല്യത്തെ കുട്ടികളും നോക്കൂ. എൻ്റെ നാട് എന്ന് പറഞ്ഞാൽ വയനാടൻ പേരിയച്ചോരത്തിൻ്റെ താഴെ കണ്ണൂർ ജില്ലയിൻ്റെയും വയനാട് ജില്ലയിൻ്റെയും അതിർത്തി ഗ്രാമം കോളയാട്. കണ്ണവെന്നൊക്കെ കേട്ടില്ലേ? കണ്ണവക്കാട്. എൻ്റെ നാട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പഴശ്ശിരാജ സിനിമയും ബാഹുബലി സിനിമയും ഷൂട്ട് ചെയ്ത് അവിടുന്നാണ്. ആദിയുഷ സന്ധ്യ പൂത്തതിവിടെ എന്ന പാട്ട് കണ്ടില്ലേ? ആ രംഗം ഷൂട്ട് ചെയ്ത് എൻ്റെ വീടിൻ്റെ അടുത്ത പുഴയെന്നാണ്. ബാഹുബലി ഒരു പന്നീൻ്റെ പിറകെ ഓടുന്നാണ്ടില്ലേ? അത് എൻ്റെ വീടിൻ്റെ മുമ്പിലത്തെ വയലാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഗ്രാമത്തിൽ കരണ്ട് പോലും ഇല്ലാത്തൊരു ഗ്രാമമായിരുന്നു എൻ്റെ നാട്ടിൽ. ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നവരെ വൈദ്യുതി കണക്ഷൻ. അന്നത്തെ കുട്ടികൾ സ്കൂൾ കുട്ടികളെ കോലവും ഇന്നത്തെ കുട്ടികളെ കോലവും നോക്കും. അന്നത്തെ കുട്ടികൾക്ക് ഒരൊറ്റ ഷർട്ടിട്ട് നടക്കുന്ന ഒരു കുട്ടി ഉണ്ടാവില്ല. ഒരു വള്ളി ട്രൗസറായിരിക്കും, കുടുക്കില്ലാത്ത ഈല വള്ളിയുള്ളൊരു ട്രൗസറില്ലേ? ഇന്ന് ഏതൊരു കുട്ടി ഇടുന്നുണ്ട് അത്. ആ ട്രൗസർ ഇടക്കിടക്ക് ഈല ഊരിപ്പോവും. അന്നേരം ബെരലിങ്ങനെ ഇട്ടിട്ട് നാരദം തമ്പൂരും ഇട്ടുപോലെ നേരെയാക്കിയിട്ടാണ് ഓടുക. ഈ ട്രൗസറിൻ്റെ പിൻഭാഗോട്ടയായിരിക്കും, ദ്വാരങ്ങളായിരിക്കും. കാരണം അന്ന് വീഗാലാൻഡ് ഇല്ല, വിസ്മയ പാർക്കും ഇല്ല. അന്ന് ഈ കശുമാവിൻ്റെ ചെരിഞ്ഞ കൊമ്പാണ് നമ്മുടെ വിസ്മയ പാർക്ക്. അതിൻ്റെ മേലെ കയറി ഊരു. അതിൻ്റെ തൊലി അടർന്നു നിൽക്കുമല്ലോ കശുമാവിൻ്റെ കൊമ്പിൻ്റെ. അത് അടർന്ന തൊലി കൊണ്ടിട്ട് ട്രൗസർ ഊരും. വീട്ടിൽ ആരെങ്കിലും വന്ന സ്റ്റാൻഡർഡൈസ് ആയിട്ട് നിൽക്കും. ഓട്ടപ്പൊത്തണ്ടേ വലിയ വയറായിരിക്കും. ഭക്ഷണം കഴിച്ചിട്ടല്ല, ഗ്രഹണി വന്നിട്ട് ചുമരിന് കിണ്ണം ചാരിയ പോലത്തെ വയറ്. എല്ലാ കുട്ടികളും ആദ്യം പഠിക്കുന്ന അക്ഷരം 1 എന്നല്ല 11 പക്ഷെ കൈകൊണ്ടല്ല എഴുതുക, മൂക്കുകൊണ്ടാണ്. എല്ലാത്തിനും ജലദോഷമായിരിക്കും. മൂക്കുന്ന എപ്പം 11 ഇറങ്ങി വരും. കണ്ടിട്ടുണ്ടോ? അപ്പൊ കൈകൊണ്ട് ഇങ്ങനെ ഒരു ഒരക്കൽ വരക്കും. ആ കയ്യിലുണ്ടാവും ഇങ്ങനെ ഒച്ചുമെലിഞ്ഞു പോലത്തെ ഒരു കല. നഖങ്ങളെല്ലാം കുഴിനഖം, പല്ലെല്ലാം കൊന്ത്രപ്പല്ല്, തലയിൽ മുഴുവൻ പേന്. ഇങ്ങനെ നടക്കുന്ന വൃത്തികെട്ട കുട്ടികൾ ഒരുപാടുണ്ടായിരുന്നു എൻ്റെ നാട്ടിൽ. ഇപ്പോൾ ഒരു കുട്ടിയില്ല. എല്ലാം നല്ല ബ്യൂട്ടി പാർലറിൽ പോയിട്ടാണോ? അല്ല. നമ്മൾ ഓരോ നിമിഷവും വികസിച്ചുകൊണ്ടിരിക്കുന്നു. ആ വികാസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സൗന്ദര്യം വർദ്ധിച്ചത്, നമ്മുടെ ബോധമണ്ഡലം വളർന്നത്. ആന്തരികമായ വളർച്ചയുടെ ഭാഗമായിട്ടാണ് ബാഹ്യമായ വളർച്ചയുണ്ടായത്. നമ്മളെല്ലാം സ്കൂളിൽ പോയി പഠിച്ചു, അറിവ് നേടിയതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ബാഹ്യമായ വളർച്ചയുണ്ടായത്. ഇന്നിപ്പോൾ നല്ല മെക്കാടൻ താറി റോഡുണ്ടായി. ഇതൊക്കെ തനിയെ വന്നതാണ്. സ്കൂളുകളിൽ പോയി അധ്വാനിച്ചിട്ടുണ്ടാക്കിയ വികാസമാണിത്. ആ വികാസം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കടന്നു വന്ന വഴികളെപ്പറ്റി അറിയണ്ടേ, ചരിത്രം അറിയണ്ടേ, ബാലുശ്ശേരിയെ പറ്റി അറിയണ്ടേ, താമരശ്ശേരി അറിയണ്ടേ, കോഴിക്കോടിനെ പറ്റി അറിയണ്ടേ, എവിടെ നിന്നോ വന്നു ഞാൻ എന്നറിയണം. അവർക്ക് എവിടേക്കോ പോണു ഞാൻ, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ. വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ? ആ വെളിച്ചമാണ് ഈ മേശയിൽ നിരത്തി വെച്ചിരിക്കുന്നത്. ആ വെളിച്ചം കാലത്തിൽ നിന്ന് പുറപ്പെട്ട തരംഗമാണ്. കാലത്തിൽ നിന്ന് പുറപ്പെട്ട തരംഗമാണ്. ആ തരംഗം ഇവിടുന്നാണ്. കാലപ്പഴക്കത്താൽ മായ്ക്കാൻ കഴിയുമോ ബിലാലിൻ സുന്ദര ബാങ്കോലികൾ? ഖുർആന്റെ കുളിരിടും വാക്യങ്ങളെന്നുമേ കരളിലെ കറകൾ കഴുകിടുന്നു. 1000 കാതം എങ്ങനെയാണ്? 1000 കാതം അകലെയുള്ള ഖുർആന്റെ വചനങ്ങൾ, 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഹദീസിന്റെ വചനങ്ങൾ നമ്മിലേക്ക് എത്തിയത് എങ്ങനെയാ? തരംഗ രൂപത്തിലാണ്. അലകളായിട്ടാണ്. തരംഗമാണ്. വ്യത്യസ്ത ആളുകൾ തരംഗത്തിന്റെ പ്രത്യേകത ഇങ്ങനെ കറങ്ങുമല്ലോ. എന്നാൽ ഇപ്പോൾ ആ തരംഗങ്ങൾ കറങ്ങുന്നില്ല. നേരെ പോട്ടെ എന്ന് പറഞ്ഞാൽ ആ തരംഗത്തിന്റെ ശക്തി ക്ഷയിക്കും. എങ്ങനെയാ കറങ്ങേണ്ടത്? ഈ പുസ്തകങ്ങളിൽ, ഈ ഖുറാനിൽ, ബൈബിളിൽ, ഗീതയിൽ, രാമായണത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ എന്നെ ചുറ്റാതെ നേരിട്ട്
കൊടുത്താൽ ആ തരംഗത്തിൽ എൻ്റെ ശക്തി ഉണ്ടാവില്ല. ഈ തരംഗം ഞാൻ പഠിച്ചിട്ട് എൻ്റെ ഊർജവും കൂട്ടിക്കലർത്തിയിട്ട് വേണം കൊണ്ടു നടക്കാൻ. ഞാനൊരു സിമ്പിളായി ചോദ്യം ചോദിക്കട്ടെ. തേനുണ്ടാക്കുന്നത് ആരാണ് തേനുണ്ടാക്കുന്നത്? പറയൂ. തേനീച്ച അല്ലേ? ആർക്കും തർക്കമില്ലല്ലോ. ശുദ്ധാസംബന്ധം. തേനീച്ച ഇതുവരെ ഒരു ഉള്ളിൽ തേനുണ്ടാക്കിയില്ല. തേനുണ്ടാക്കാൻ പൂക്കൾക്കേ കഴിയൂ. പൂക്കൾക്കേ തേനുണ്ടാക്കാൻ കഴിയും. തേനീച്ച പൂവിൽ നിന്ന് ശേഖരിച്ചാണ് കൊണ്ടേ വെക്കുന്നേ ഉള്ളൂ. പക്ഷേ തേനീച്ചകളും പൂമ്പാറ്റകളും ഉറുമ്പുകളും വണ്ടുകളും ഈ ഭൂമിയിൽ ഉണ്ടായിട്ട് 3 കോടി വർഷമായിരുന്നു. 3 കോടി വർഷം. എന്നാൽ പൂക്കളും തേനും ഉണ്ടായിട്ട് 10 കോടി വർഷമായി. അപ്പൊ 3 കോടി 7 കോടി വർഷം പൂക്കളിൽ ഈ ഭൂമി മുഴുവൻ അനന്തകോടി പൂക്കൾ ഉണ്ടായിരുന്നു. അതിലെല്ലാം തേനുണ്ടായിരുന്നു. ആ തേനൊന്നും ആരും കുടിക്കാതെ മണ്ണിൽ വീണു. എന്നിട്ടും മണ്ണിനെന്താ മധുരമില്ലാത്ത? തേന് 2 ദിവസം കൊണ്ട് കെട്ടുപോകും. നമുക്ക് കിട്ടുന്ന തേന് കെട്ടുപോകുന്നില്ലല്ലോ. എന്താ അതറിയാം. തേനീച്ച പൂവിൽ നിന്ന് തേന് ശേഖരിച്ച് അത് അപ്പടി തേൻപലയിൽ കൊണ്ടുപോയി വെച്ചാൽ കെട്ടുപോകും. പക്ഷെ തേനീച്ച തന്റെ എൻസൈം ചേർത്ത് കുടിച്ച് ദഹിപ്പിച്ച് സ്വന്തം തേനാക്കിയിട്ടാണ് തേൻപലയിൽ കൊണ്ടുപോയി വെക്കുന്നത്. അവിടെയാണ് തരംഗം എന്നെ ചുറ്റണം. നിങ്ങളുടെ അറിവുകൾ നിങ്ങളെ ചുറ്റുന്നുണ്ടോ? പുസ്തകങ്ങളാണ് പൂക്കൾ, അതിലെ അറിവുകളാണ് തേന്. നമ്മളെല്ലാം തേനീച്ചകളാണ്. അത് കുടിച്ചിട്ട് എൻ്റെ സ്വന്തം അഭിപ്രായം ചേർക്കണം. അതുകൊണ്ട് ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് അതും വിശ്വസിച്ചു പോകരുത്. ചോദ്യങ്ങൾ ചോദിക്കണം. ചോദ്യങ്ങൾ ചോദിക്കാത്തത് കൊണ്ടാണ് ഇന്ത്യ തളർന്നത്. ഇന്ത്യയിൽ ബുദ്ധിയുള്ളവരുണ്ടായിരുന്നില്ലേ? പാശ്ചാത്യരുടെ ഒരു ചൊല്ലുണ്ട്, വിസ്ഡം അറൈസ് ഫ്രം ഈസ്റ്റ്. വിവേകം കിഴക്കുന്നു ഉദിക്കുന്നു. പടിഞ്ഞാറാണ് അവര്, നമ്മളാണ് കിഴക്കന്മാർ. നമ്മൾ കിഴക്കന്മാരാണ്. നമ്മളിൽ നിന്നാണ് വിവേകം ഉദിക്കുന്നത്. എന്താ പറയാൻ കാരണം? ഒരു ഉദാഹരണം പറയാം. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. നളന്തയും തക്ഷശിലയും ഉണ്ട്. മെൻഡലിയഫിന്റെ പട്ടിക സ്കൂൾ പഠിച്ചിട്ടില്ലേ? മൂലകങ്ങളുടെ 104 മൂലകങ്ങളുടെ പട്ടിക. ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ, പൊട്ടാഷ് എന്ന് പറഞ്ഞിട്ട് പല മൂലകങ്ങൾ. ഈ മൂലകങ്ങളെ തിരിച്ചറിയുന്നതിന് മുമ്പ്, കെമിസ്ട്രി പഠിക്കുന്നതിന് മുമ്പ്, ആയിരക്കണക്കിന് വർഷം മുമ്പ് ഈ കെമിസ്ട്രി വന്നതിന് ശേഷമാണ് ഈ മൂലകങ്ങളെ കൂട്ടിച്ചേർത്തിട്ട് ടെസ്റ്റ് ട്യൂബിൽ പല മരുന്നുകൾ ഉണ്ടാക്കിയിട്ട് വെളുത്ത എലികളിൽ പരിശോധിച്ചിട്ട് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കണ്ടുപിടിച്ചത് അല്ലേ? ഇത് ബാക്ടീരിയക്ക് പറ്റുമോ, ഫംഗസിന് പറ്റുമോ, വൈറസിന് പറ്റുമോ എന്നൊക്കെ മരുന്ന് കണ്ടുപിടിച്ചത്. എന്നാൽ ഈ മൂലകങ്ങളെ പറ്റി അറിയാത്ത, ഈ ശാസ്ത്രം ഇത്രയൊന്നും പുരോഗമിക്കാത്ത കാലത്ത് നാട്ടിലുള്ള ചെടികളുടെ ഇലകളും പൂവും തണ്ടും തൊലിയും വേരും ചവച്ചരച്ചു നോക്കിയിട്ട് അതിൻ്റെ രുചി ക്ഷാരഗുണമാണോ അമ്ലഗുണമാണോ എന്ന് കണ്ടിട്ട് ഇത് വാതത്തിന് പറ്റുമോ, പിത്തത്തിന് പറ്റുമോ, കഫത്തിന് പറ്റുമോ എന്ന് അന്വേഷിച്ചിട്ട് ആ മരുന്നുകൾ, ആയുർവേദ മരുന്ന്, കഷായങ്ങൾ, അരിഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ച കാലം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ചെറിയ ബുദ്ധിയാ. ചരകനും സുശ്രുതനും എഴുതി വെച്ചില്ല ഇതെല്ലാം? ആലോചിച്ച് നോക്ക്. ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന എൻ്റെ ഒച്ച അവരെഴുതി വെച്ചതിനെ കൊണ്ടാ. എന്ന് പറഞ്ഞാൽ ഞാൻ തൊണ്ടവേദനയും പനിയായിട്ട് 2-3 ദിവസമായിട്ട് ഒച്ച അടഞ്ഞു പോയി. ഇന്നിവിടെ 2 പരിപാടി ഏറ്റിട്ട് ഞാൻ വരുന്ന വഴിയിൽ കടിയങ്ങാട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, പേരാമ്പ്രക്കപ്പുറത്ത്. ആടത്തെ ഒരു തറിമരുന്ന് കടയിൽ പോയിട്ട് ഒരു കഷ്ണം ഇരട്ടി മധുരം എന്ന് പറഞ്ഞൊരു കഷ്ണം വാങ്ങി. എന്നിട്ട് അത് ചവച്ചരച്ചോണ്ടാ വന്ന. അതിൻ്റെ കഷ്ണം ബാക്കി എൻ്റെ കാറിലുണ്ട്. ആ ഇരട്ടി മധുരം ചവച്ചാൽ ശബ്ദം ക്ലിയർ ആവുമെന്ന് എഴുതി വെച്ചത് 1000 കൊല്ലം മുമ്പാ. ഇത് ചവക്കാണ്ട് മനസ്സിലാവില്ലല്ലോ. എന്തൊരു ബുദ്ധിയായിരുന്നു! ഇത്രയും ബുദ്ധിയുള്ള നമ്മുടെ നാടെന്താ പട്ടിണി റാങ്കിങ്ങിൽ 111 സ്ഥാനത്തെത്തിപ്പോയത്? അവിടെയാണ് നമ്മൾ അതിൻ്റെ കാരണം കണ്ടത്. അതിൻ്റെ കാരണം എക്സ്പ്ലോറിംഗ് ദി മൈൻഡ് ഇല്ല നമുക്ക് എന്നതാണ്. നമ്മൾ ആരോ പറയുന്നത് കേട്ടിട്ട് പോയി, ഒന്നും ചോദിച്ചില്ല അങ്ങോട്ട്. ഒരു ഉദാഹരണം പറയാം. ആഴ്ചക്ക് 7 ദിവസമല്ലേ? എന്താ 7ന്റെ കണക്ക് വന്നെന്ന് ആർക്കും അറിയാവോ? 1000 ഉറുപ്പ്യ ഇപ്പം തരും. ആഴ്ചക്ക് എന്താ 7 ദിവസമായ 7ന്റെ കണക്കാരൊക്കെ പറഞ്ഞാൽ 1000 ഉറുപ്പ്യ. വെറുതെ ഒരു 7 ഉണ്ടാവില്ലല്ലോ.
ആർക്കും അറിയോ എന്താ മണിക്കൂറിന് 60 മിനിറ്റായ? ചിന്തിച്ചിട്ടുണ്ടോ? അന്വേഷിച്ചിട്ടുണ്ടോ? 60 മിനിറ്റ് എന്ന് എല്ലാവരും പറഞ്ഞു, നമ്മൾ 60 മിനിറ്റ്. എന്തുകൊണ്ട് മാസത്തിന് 30-31 ദിവസമായി? എന്തുകൊണ്ട് 12 മാസമായി? എന്തുകൊണ്ട് 24 മണിക്കൂർ? ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് അശോകസ്തംഭത്തിന്റെ അർത്ഥം? അശോകസ്തംഭമല്ലേ ഭാരതത്തിന്റെ ദേശീയ ചിഹ്നം? ഇതിന്റെ അർത്ഥം അറിയാത്തതിന്റെ ദുരന്തമാണ് ഇപ്പൊ ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അറിയണം, ആരും പഠിപ്പിച്ചിട്ടില്ല. എന്താ റിപ്പബ്ലിക് ദിനം? ഞാനൊരു സ്കൂളിന്റെ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ പങ്കെടുക്കാൻ പോയി. ഞാൻ ചോദിച്ചു, സ്വാതന്ത്ര്യ ദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിൽ എന്താ വ്യത്യാസം? അപ്പോൾ മാഷ് കിണിഞ്ഞി, കുട്ടികൾ ഉത്തരം പറയോ? അപ്പോൾ നല്ലോണം പഠിക്കുന്ന ചെക്കനോട് പറഞ്ഞു കൊടുക്കണമെന്നോ. അപ്പോൾ ഓൻ ഉത്തരം പറഞ്ഞില്ലേ, മോശമല്ലേ? ഓൻ പറഞ്ഞു, സ്വാതന്ത്ര്യ ദിനത്തിന് പ്രധാനമന്ത്രിയാണ് പതാക ഉയർത്തുക. അപ്പോൾ പ്രസിഡന്റിന് പതാക ഉയർത്താൻ ഒരു ദിവസം ഇല്ലാത്തതുകൊണ്ട് ഉണ്ടാക്കിയതാണ് റിപ്പബ്ലിക് ദിനം. പറഞ്ഞ എന്താണ് റിപ്പബ്ലിക്? അറിയണ്ടേ? അറിയണം, ചോദിക്കണം. നമ്മുടെ മുന്നിൽ കിട്ടിയതെല്ലാം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്, ആഴം എന്താണ് എന്ന് അതിനെ ചുറ്റുന്ന ഒരു അലയുണ്ട്. എവിടുന്നോ പുറപ്പെട്ടൊരു തരംഗമുണ്ട്. ആ തരംഗത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നാൽ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ അറിവിൻ്റെ തരംഗങ്ങളിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അല്ലാതെ ഇപ്പൊ പഠിക്കുന്ന കുട്ടികളല്ലേ A+, ഗംഭീര A+.